ഇവരുടെ ആ ഒരു തോട്ടത്തിൽ തന്നെ കൃഷി ചെയ്ത ശേഷം പിന്നീട് ഉണക്കിയതിന് ശേഷമാണ് ഈ രൂപത്തിൽ ഇവിടെ വരുന്നത്. അതിനുശേഷം ഇവിടുന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, റെഡിയാക്കാൻ പോകണം. ഓക്കെ, അതായത് ആദ്യം തേയിലിടുന്നു. അപ്പൊ തേയിലിട്ടതിന് ശേഷം പിന്നീട് ആ ഒരു സ്റ്റീവിയ പൗഡർ എടുക്കുന്നുണ്ടോ. നമ്മൾ പഞ്ചസാര ഇട്ട് ചായ കുടിച്ചു കഴിഞ്ഞാൽ ഇറക്കുന്നതോട് കൂടിയിട്ട് ആ മധുരം അവിടെ അവസാനിക്കുകയാണ്. പക്ഷെ ഇത് ഇറക്കുന്നതോട് കൂടിയിട്ട് ആ മധുരം അവിടെ തുടങ്ങുകയാണ്. ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് വയനാടുള്ള കേട്ടാ. നമ്മളിവിടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഈ കാണുന്നതൊക്കെ ഷുഗർ ഉള്ളവർക്ക്, അതായത് പ്രമേഹ രോഗികൾക്ക് കുടിക്കാനുള്ള ചായയാണ്. വെറും ചായ അല്ല, മധുരമുള്ള ചായ. ഇപ്പൊ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു കൗതുകം തോന്നുന്നുണ്ടാവും, പ്രമേഹ രോഗികൾക്ക് മധുരമുള്ള ചായ കുടിക്കാൻ പറ്റുമോ എന്നുള്ളത്. അത് നമ്മൾ ഒരു പ്രാവശ്യം ഇവിടെ വന്ന് വീഡിയോ ചെയ്തതാണ്. ഒരുപാട് ഷുഗർ പേഷ്യന്റ് വാങ്ങിച്ച് വീണ്ടും വീണ്ടും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു തേയിലയാണ് ഈ കാണുന്നത്. ഇത് പഞ്ചസാര ഇട്ടതോ ശർക്കര ഇട്ടതോ അല്ല. നമുക്കിവിടെ കാണാം സ്റ്റീവിയ ടീ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഇരിക്കുന്നതൊക്കെ സ്റ്റീവിയാണ്, അതായത് മധുരമുള്ള നമ്മുടെ ആ ഒരു തുളസിയല്ല. അതുപോലെ തന്നെ ഇത് പൊടിച്ചതാണ് ഈ കാണുന്നത്. അപ്പോ നമസ്കാരം. ഇതാണ് ഇതിന്റെ ബാക്കിലിട്ടാ പേരെന്ന് പറഞ്ഞേ, അഷ്റഫാണ്. ഈ സ്റ്റീവിയ ശരിക്കും കേരളത്തിൽ ഉണ്ടാവുന്നുണ്ടോ? സ്റ്റീവിയ ഇപ്പൊ നിലവിൽ കേരളത്തിൽ ഇതിന്റെ കൃഷിയില്ല. ഇല്ല. ഇത് പിന്നെ തെക്കേ അമേരിക്കയിൽ നിന്ന് വന്ന ഒരു സസ്യമാണ്. തെക്കേ അമേരിക്കയിൽ നിന്ന് വന്ന സസ്യമാണ് ഇത്. ശരിക്കും ഉണ്ടോ? ഇത് നമുക്കൊരു വീഡിയോക്ക് വേണ്ടിയിട്ട് പറയുന്നതല്ല കേട്ടോ. നമ്മളിവിടെ ശ്വസിക്കുമ്പോൾ, അതായത് നമ്മൾ വായിൽ കൂടെ ശ്വസിക്കുമല്ലോ സ്വാഭാവികമായിട്ട്, അങ്ങനെ ശ്വസിക്കുന്ന സമയത്ത് മധുരം, ഇതിന്റെ മധുരം എന്ന് പറയുന്നത് ശരിക്കും 30 ഇരട്ടിയാണ് പഞ്ചസാരയുടെ 30 ഇരട്ടി മധുരം ഉണ്ടെന്ന് മാത്രമല്ല, ഇത് നമ്മളുടെ ഷുഗർ ലെവലിനെ കൂട്ടുന്ന ഗ്ലൂക്കോസ് ഒട്ടും തന്നെ അടങ്ങിയിട്ടില്ലാത്ത 0 കലോറിയുള്ള ഒരു മധുരമാണ്. പ്രമേഹം തുടങ്ങി എന്ന് അറിഞ്ഞോട് കൂടിയിട്ട് മധുരം ഇങ്ങനെ സ്റ്റോപ്പായിട്ട് നിൽക്കും. അപ്പോഴാണ് നിങ്ങൾ പറയുന്നത് മധുരമുള്ള ചായ കുടിച്ചു വന്ന്. ഇത് കുടിച്ചോണ്ട് ഒരു കുഴപ്പമില്ല. കാരണം ഇതിനകത്തുള്ളത് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതെ, ഇത് പ്രൂവ് ചെയ്തില്ല. ഇതിനകത്തുള്ളത് പിന്നെ സ്റ്റീവിയോൾ ഗ്ലൂക്കോസൈഡ് എന്ന് പറയുന്ന ഒരു പദാർത്ഥമാണുള്ളത്. ആ പദാർത്ഥം സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിലുള്ള ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പദാർത്ഥമാണ്. ആ പദാർത്ഥം ആയതുകൊണ്ടാണ് ഇത് ധൈര്യമായിട്ട് നമുക്ക് ഷുഗർ പേഷ്യൻസിനും ഇനി ഷുഗർ ഇല്ലാത്തവർക്കും ധൈര്യമായി ഇത് കഴിക്കാന്ന് പറഞ്ഞു. മാത്രമല്ല, ഇത് നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ഇത് കുടിക്കുന്നതുകൊണ്ട് ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കാൻ തന്നെ വളരെ നല്ലൊരു ഉൽപ്പന്നമാണ് ഈ സ്റ്റീവിയ എന്ന് പറയുന്ന സാധനം. അതുപോലെ തന്നെയാണ് നമ്മുടെ വെയിറ്റ് ലോസിന്. ഇന്ന് അതിനു വേണ്ടിയാണ് ആളുകൾ ഓടിച്ചാടി നടക്കുന്നത്. ഇത് സ്ഥിരമായി കുടിക്കുന്ന ആളുകളുടെ വെയിറ്റ് ലോസ് ഉറപ്പായും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ നിങ്ങളുടെ ശരീരത്തെ ആക്കിയെടുക്കാൻ കഴിയും. ഞാൻ ചോദിക്കുന്നത്, ഈ ചായ, അതായത് ഈ സ്റ്റീവിയ അടങ്ങിയിട്ടുള്ള ആ ഒരു ചായ കുടിച്ച തടി കുറയുന്നതാണോ പറയുന്നത്? കുറയും. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് പഞ്ചസാര മാറ്റി വെക്കുന്നതോടുകൂടി തന്നെ സ്റ്റീവിയ നമ്മുടെ തടി കുറപ്പിക്കും. പഞ്ചസാര നമുക്ക് തടി കൂട്ടുന്ന ഒരു സാധനമാണ്. അത് കൂടാതെ ഇതിനകത്തുള്ള പിന്നെ ഈ ഇത് കഴിക്കുന്നതോടുകൂടി നമുക്ക് കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള നമ്മുടെ ത്വര കുറയും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന്റെ പേരിൽ നമ്മുടെ ശരീരം മെലിയും. അപ്പോൾ മറ്റ് നമ്മൾ ഏത് എക്സസൈസുകളൊക്കെ ചെയ്യുന്നതിനോടൊപ്പം ഇതുകൂടെ ചേർക്കുകയാണെങ്കിൽ റിസൾട്ട് 10 മടങ്ങായിരിക്കും. ലോകത്ത് 190 രാജ്യങ്ങൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഈ പ്രമേഹ രോഗികൾ. ഇത് ഒരു കാലത്ത് പലരും പലതരത്തിലുള്ള സംശയങ്ങൾ പ്രകടിപ്പിച്ചതിന്റെ പേരിൽ പല രാജ്യങ്ങളും ഇത് നിരോധിച്ചിട്ട് പഠനം നടത്തി ആ പിന്നെ നിഗമനങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞ് ഇതിന് വീണ്ടും അനുമതി കൊടുക്കുകയാണ് ചെയ്തത്, ഇന്ത്യ ഉൾപ്പെടെ. 2015 നമുക്ക് ഇതിന് അനുമതി തന്നു. 22 വർഷം മുമ്പ് ഗൾഫിലായിരിക്കും മുതൽ ഞാൻ ഉപയോഗിച്ചു തുടങ്ങിയതാണ്. ഷുഗർ ഇല്ല എങ്കിലും അന്ന് മുതൽ ഞാൻ ഉപയോഗിക്കുന്നത്, പഞ്ചസാരയോടുള്ള എതിർപ്പ് കാരണം ഞാൻ ഉപയോഗിക്കുന്നത് സ്റ്റീവിയാണ്. നമ്മൾ എത്ര വർഷമായിട്ട് ഇതിന്റെ ബാക്കിയുണ്ട്? ഈ സ്റ്റീവിയ ടീയുടെ ഞാൻ ഇത് തുടക്കത്തിൽ ഇവിടെ പിന്നെ ഗൾഫിൽ നിന്ന് ഇവിടെ വന്നതിന് ശേഷം ഈ സ്റ്റീവിയയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ആദ്യം സ്റ്റീവിയ ചെടികൾ വളർത്തിയും ചെടികൾ അത് ആളുകൾക്ക് എത്തിച്ചു കൊടുത്തുമൊക്കെയാണ് ഞാൻ തുടക്കത്തിൽ വന്നത്. നമ്മുടെ കേരളത്തിൽ ഇത് ഉണ്ടാവുന്നുണ്ട്. കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇത് എവിടുന്നാണ് നമ്മൾ ഇത് നമുക്ക് മധ്യപ്രദേശിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഉണ്ടാവുമ്പോഴും ഇവിടെ കൃഷി ചെയ്യാത്തത്? കേരളത്തിലെ പ്രധാന കാര്യം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ലേബർ, അമിതമായ ലേബറാണ്. അത് നമുക്ക് താങ്ങാൻ കഴിയില്ല ഇവിടെ. അത് ശരി, അവിടെ അത്രയും കുറവാണ്. അവിടെ 300-350 പണിക്കാരെ കിട്ടുമ്പോൾ നമുക്ക് ഇവിടെ 900-1000 കൊടുത്തുകൊണ്ട് ഒരു പണിക്കാരൻ നിർത്താം. മാത്രവുമല്ല, ഇതിന് ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥ മധ്യപ്രദേശാണ്. മണ്ണും മധ്യപ്രദേശിൻ്റെതാണ്. തുളസി തന്നെ, പക്ഷേ ഇത് മധുര തുളസിയാണ്. ഇതിങ്ങനെ വായിലിട്ട് കഴിഞ്ഞാൽ ഒരു നല്ല മധുരമാണ്. കൃത്യ വെയിറ്റ് ആയിരിക്കണം. ഇപ്പൊ ഇതിനകത്ത് നമ്മള് ചായപ്പൊടി, സ്റ്റീവിയ, ഇനിയിപ്പോ നമ്മൾ ഇടാൻ പോകുന്നത് നമ്മുടെ ഏലക്കാപ്പൊടിയാണ്. ഓക്കെ, അത് പൊടിച്ചെടുത്തത് പൊടിച്ചെടുത്തത് അതിലേക്ക് ഇടാൻ പോവാണ്. അപ്പൊ അതിനുശേഷം അങ്ങോട്ട് മിക്സ് ചെയ്യലാണ്. അപ്പോ സ്റ്റീവിയ ടീ റെഡി ആയിട്ടുണ്ട്. സ്റ്റീവിയ ടീ റെഡി ആയി. അതിനുള്ളിലൊക്കെ ഒരു പച്ച കളറാണ് കേട്ടോ. ഇതാണ് ഇപ്പൊ നമ്മുടെ റെഡി ആയിട്ടുള്ള സ്റ്റീവിയ ടീ. ഓക്കെ, ഇതാണ് നമ്മൾ പാക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി നേരെ പാക്ക് ചെയ്യലാണ്. അപ്പൊ ഇവിടെ പാക്കിങ്ങിന് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളിനി ഇത് ടീ അങ്ങോട്ട് ഉണ്ടാക്കി കഴിക്കാൻ പോവാണ്. എങ്ങനെ ഉണ്ട് നോക്കാലോ, ആൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം ഇതിന്റെ മധുരം എങ്ങനെയാന്നുള്ളത്. ഞാൻ മുന്നേ കഴിച്ചു നോക്കില്ലാണ്. മധുരം നാവിനിങ്ങനെ നിൽക്കൂട്ടോ. അതായത് ചായ കുടിച്ചാൽ അപ്പൊ തന്നെ നമ്മുടെ നാവിന്റെ കൊണ്ട് മധുരം ഒന്നും പോലില്ല. അപ്പോൾ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രൂപത്തിലാവും. ഇത് ശരിക്കും ഇപ്പോൾ ഈ കാണുന്നവർക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ എന്താണ് ഇതിന് റേറ്റ്?
ഇത് നമുക്ക് 200 ഗ്രാമിന്റെ ഏലക്ക ചേർന്നിട്ടുള്ള ഏലക്ക ഫ്ലേവറോട് കൂടിയിട്ടുള്ള നമ്മളിപ്പോ കണ്ടത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ടീ ആണിത്. അതെ. ഇത് നമ്മൾ 200 ഗ്രാം 269 രൂപയാണ് ഇതിന്റെ വില. നമുക്കിപ്പോൾ കൊടുക്കുന്നത് 200 ഗ്രാമിന് 269 രൂപയും കൊറിയർ ചാർജുമാണ് നമ്മൾ എല്ലാവരും വാങ്ങുന്നത്. ഓൾ ഇന്ത്യ എവിടെ വേണമെങ്കിലും. ഇപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ വീഡിയോ കണ്ടുവരുന്ന ഓർഡർ ചെയ്യുന്ന ആളുകൾക്ക് നമ്മളൊരു സ്പെഷ്യൽ ഒരു ഓഫർ അവർ കൊടുക്കുകയാണ്. 2 എണ്ണത്തിൽ കൂടുതൽ ഇത് വാങ്ങുകയാണെങ്കിൽ, 2 ബോട്ടിൽ കൂടുതൽ വാങ്ങുകയാണെങ്കിൽ അവർക്ക് ജനുവരി 31 വരെ കൊറിയർ ചാർജ് തരേണ്ട ആവശ്യമില്ല. നമ്മൾ ഇത് അയച്ചു കൊടുക്കും. മിനിമം 2 ഓക്കെ. 2 കൊറിയർ ചാർജ് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും അയച്ചിരുന്നു പറഞ്ഞത്. പിന്നെ ഒന്നുകൂടി പിന്നെ ഇത് ഏലക്ക ഇല്ലാതെ വെറും ചായപ്പൊടിയും നമ്മുടെ സ്റ്റീവിയയും മിക്സ് ചെയ്താണ്. ഞാൻ കഴിച്ചു നോക്കിയത് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായത് ഏലക്ക ഉള്ളതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. ആർക്കെങ്കിലും ഏലക്കായുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് കുടിക്കാൻ വേണ്ടിയാണ് ഇതുള്ളത്. ഇത് 229 രൂപയാണ് വിലയായിട്ട് വരുന്നത് അല്ലേ? അത് ഇതുപോലെ തന്നെ 2 വേണ്ടവർക്ക് കൊടുക്കാം. അത് നമുക്ക് കൊടുക്കാം. ജനുവരി 31 വരെയും നമുക്ക് കൊടുക്കാം അല്ലേ? അപ്പൊ ഈ ഒരു സ്റ്റീവിയ ടീയുടെ പേര് ഡോക്ടർ ടീ എന്നാണ് കേട്ടോ. ചായ ഉണ്ടാക്കാൻ പോകണ്ട, ചായ തിളച്ച് മറിയുന്നുണ്ട്. അപ്പോ എങ്ങനെ എത്രത്തോളം പൊടി ഉണ്ടെന്നൊക്കെ ഉള്ളത് ഇതിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. കട്ടൻ ചായ ഒരു 2 ഗ്ലാസ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് വേണ്ടത് 1 സ്പൂണ് പൊടിയാണ്. അപ്പൊ ഇനി നേരെ ഗ്ലാസ്സിലോട്ട് ഇങ്ങോട്ട് ഒഴിക്കാം അല്ലേ? ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ ഇനി അടുത്തത് പാൽ ചായ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ. അതിലേക്ക് എത്ര ടീസ്പൂൺ ഉണ്ടാവും? ഇത് നമ്മളിപ്പോ 3 ചായയിൽ കൂടുതലുണ്ട് ഇതിനകത്ത്. 500 ml ആണ് പാല്. അപ്പൊ അതിലേക്ക് നമ്മൾ 2.5 സ്പൂണാണ് ഇടുന്നത്. 2 ടീസ്പൂൺ ഇട്ടത് അല്ലേ? കട്ടൻ ചായ അതുപോലെ തന്നെ പാൽ ചായയും റെഡി ഇട്ടാ. ഓക്കെ. നമ്മളൊന്ന് കഴിച്ചു നോക്കാൻ വേണ്ടി പോവാണ്. മധുരത്തിന് കുറവൊന്നുമില്ല, നല്ല രൂപത്തിൽ മധുരമുണ്ട്. പക്ഷെ നമ്മളെ സാധാരണ കട്ടൻ ചായ കുടിക്കുന്ന രൂപത്തിലുള്ള ഒരു ടേസ്റ്റ് വേണം പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കില്ല.